ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കൃഷിലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്ന് മെർലിൻസ് നഴ്സറിയിലെ കുരുമുളകിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഞാൻ പറയാം. അവിടെ നിറയെ കായ്ച്ചു നിൽപ്പുണ്ട്. അത് കണ്ടപ്പോഴാണ് എനിക്ക് ഈ പ്ലാന്റിനെ കുറിച്ച് കൂടുതൽ അറിയാൻ, ഇത് എത്ര നാൾ കൊണ്ട് കായ്ക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എനിക്ക് മനുവിനോട് ചോദിച്ചറിയാനുള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ചൊന്ന് പറയാമോ? ഇത് എങ്ങനെയാണ് ബഡ് ചെയ്തതാണോ, എങ്ങനെയൊക്കെയാണ്? ഇത് തിപ്പല്ലിമ ബഡ് ചെയ്ത കുരുമുളകാണ്. തിപ്പല്ലിമ ബഡ് ചെയ്തെടുത്ത കുരുമുളക് നമുക്ക് അധികം വലുതായി പോലെ ബുഷ് മാതിരി നമ്മളുടെ ഒരാളുടെ ഹൈറ്റിലൊക്കെ വളരുള്ളൂ. അതിൽ ഒരുപാട് കുരുമുളക് ഉണ്ടാവും. ഇത് നമ്മൾ മെയിനായിട്ട് ഇങ്ങനത്തെ ഒരു ഐറ്റം ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഈ ഫ്ലാറ്റുകൾ അങ്ങനെയുള്ളടത്ത് ചെല്ലുമ്പോൾ അവർക്കധികം സ്പേസ് ഇല്ല ഇത് വെക്കാൻ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഇത് വെച്ച് അവനവന്റെ ആവശ്യത്തിന് പറ്റാവുന്ന കുരുമുളക് പറിച്ചു. വെയിൽ എങ്ങനെയാണ് കുറ്റി കുരുമുളകിന്? ഇതിനധികം വെയിൽ പാടില്ല. അപ്പൊ നമുക്ക് വെയിലില്ലാത്തവർക്കും ഇത് വെക്കാവുന്ന ഒരു പ്ലസ് പോയിന്റ് ഉണ്ട്. അധികം ഈ ഫ്ലാറ്റിലെ ബാൽക്കണി അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് അത് കൂടുതൽ വെക്കാവുന്നതാണ്. പിന്നെ ഇത് എല്ലാ സമയത്തും കായ്ക്കുവോ? ഫുൾ ടൈം. അതെ അല്ലേ? അപ്പൊ പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, കുറ്റിക്കുരുമുളക് എല്ലാ സീസണിലും ഉണ്ടാകുമോ എന്നുള്ളത്. അപ്പൊ ഒരു സീസൺ കഴിഞ്ഞിട്ട് ചെറിയൊരു ബ്രേക്ക് അങ്ങനെ ഉണ്ടാകുമോ? ഇല്ല, എല്ലായ്പ്പോഴും ഉണ്ടാവും. എല്ലായ്പ്പോഴും തന്നെ ഉണ്ടാകും അല്ലേ? നല്ല ബുഷ് മാതിരി കുറച്ചുകൂടി വലിയതാണെങ്കിൽ അത് വലിപ്പം അനുസരിച്ച് നമുക്ക് അതിന്റെ കായ്കൾ ഉണ്ടാക്കി കിട്ടും. അപ്പൊ നമ്മൾ ഇതിന് വളം എന്തൊക്കെയാണ് ചേർത്ത് കൊടുക്കേണ്ടത്? ചാണപ്പൊടി, എല്ലുപൊടി, അതാണ് ഇവിടുത്തെ എല്ലാ കൊടുക്കുന്നത്. ജൈവവളമാണ് മൊത്തമായിട്ട് കൊടുക്കണേ. നമ്മൾ ചെയ്യാറ് ചാണപ്പൊടി ഏറ്റവും ചെറുതായിട്ടൊന്ന് കുഴച്ച് മണ്ണിലാക്കിയിട്ട് അതിലാക്കിയിട്ട് വെക്കും. മണ്ണും ചാണകപ്പൊടി, ഉണക്കച്ചാണകവും കൂടി. ആരും പച്ച ചാണകം ഇടണ്ട, ഉണക്കച്ചാണകമാണ് ഇതിന്റെ സീക്രട്ട്. കുറ്റിക്കുരുമുളക് തൈകൾ നഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങിച്ച് ഓൾറെഡി നട്ടിട്ടുള്ള കുറേ പേരുണ്ട്. അപ്പോൾ അവരെ ബേസ് ചെയ്തിട്ട് നമ്മൾ കമ്മ്യൂണിറ്റി ടാബിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ ഡൗട്ട്സ് ചോദിക്കാൻ പറഞ്ഞിരുന്നു. അപ്പോൾ നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൂടി ഞാൻ പറയാം. കുറ്റിക്കുരുമുളക് ഏതാണ് നല്ല ഇനമെന്ന് ചോദിച്ചിരുന്നു. കരിമുണ്ട എന്നതാണ് ഏറ്റവും നല്ല ഇനം. ഒരു മീഡിയം സൺലൈറ്റിലൊക്കെ നമുക്ക് നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഇതിനുണ്ട്. അഭിലാഷ് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ, നന്നായിട്ട് ഇലയും തിരിയും ഒക്കെ പിടിക്കുന്നുണ്ട്, കായകൾ പിടിക്കുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഡോളിയും സെയിം ക്വസ്റ്റ്യൻ തന്നെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കുറ്റിക്കുരുമുളകിന് നനയ്ക്കുമ്പോൾ നമ്മൾ മുകളിൽ നിന്ന് വേണം നനച്ചു കൊടുക്കാൻ. അതായത് ഇലകളിലൊക്കെ വീഴത്തക്ക വിധത്തിൽ തന്നെ നനച്ചു കൊടുക്കുക. കുരുമുളക് ചെടിയിൽ പരാഗണം നടക്കുന്നത് നന്നായിട്ട് നടക്കാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. മഴ കുറയുന്നത് കുരുമുളക് കൃഷിയെ പ്രതികൂലമായി ബാധിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ കാരണവും ഇത് തന്നെയാണ്, പരാഗണം നടക്കാത്തതാണ്. മറ്റൊരു ക്വസ്റ്റ്യൻ, കുറ്റിക്കുരുമുളക് നട്ടിട്ട് പുതിയ ഇലകളൊന്നും വരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ 3 മാസത്തിലൊരിക്കൽ തീർച്ചയായും വേര് വളരുന്നതനുസരിച്ച് നമ്മൾ വളം ചേർത്ത് കൊടുക്കേണ്ടത് പ്രധാനപ്പെട്ടതാണ്. ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, ഇത് നമുക്ക് നമ്മുടെ കയ്യിലുള്ള അനുസരിച്ച് നമുക്ക് വളമായിട്ട് നൽകാം. തീരെ വെയിൽ കിട്ടുന്നില്ല എങ്കിൽ രാവിലെയും വൈകുന്നേരം കുറച്ച് സമയമെങ്കിലും വെയിൽ കിട്ടുന്ന രീതിയിൽ നമ്മൾ ചട്ടി വയ്ക്കുന്നത് നല്ലതായിരിക്കും. ഇനി നമുക്ക് നഴ്സറിയിൽ നിന്ന് ചെടി വാങ്ങിക്കൊണ്ടുവന്ന് ഗ്രോ ബാഗിൽ വാങ്ങിക്കൊണ്ടുവന്ന ശേഷം നമ്മൾ ചട്ടിയിലേക്ക് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കുരുമുളക് തൈ നമ്മൾ മാറ്റി നടാനുള്ള ചട്ടി നിറയ്ക്കാൻ ആവശ്യമായ മണ്ണ് റെഡിയാക്കണം ആദ്യം തന്നെ. അതാണ് ഏറ്റവും പ്രധാനം. മണ്ണ് ട്രീറ്റ് ചെയ്യണം. അതായത് കുമ്മായം ചേർത്ത് ഒരുക്കി 15 ദിവസം കഴിഞ്ഞ ശേഷം വേണം വളം ചേർത്ത് നമ്മൾ കുരുമുളക് തൈ നടാനായിട്ട്. നേരത്തെ പറഞ്ഞ രീതിയിലുള്ള വളങ്ങൾ നമുക്ക് നൽകാം. മണ്ണിനേക്കാൾ കൂടുതൽ ഒരിക്കലും വളം എന്ന രീതിയിൽ ഒരിക്കലും ചേർക്കേണ്ട, മിതമായി മാത്രം വളം ചേർക്കുക. പിന്നീട് നമുക്ക് ഒരു 3 മാസം കഴിഞ്ഞ് വീണ്ടും വളം ചേർത്താൽ മതിയാകും. വളം ചേർക്കുമ്പോൾ നമ്മൾ ചാണകപ്പൊടി മാത്രമായിട്ട് നൽകുന്നതിന് പകരം എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, ഇത് 3ഉം കൂടി മിക്സ് ചെയ്തിട്ട് നടുകയാണെങ്കിൽ അതായിരിക്കും കൂടുതൽ നല്ലത്. ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് റസീനയാണ്. മറ്റൊരു ക്വസ്റ്റ്യൻ, ചെറിയ ഇലകൾ വരുമ്പോൾ തന്നെ അത് കരിഞ്ഞു പോകുന്നു, പുതിയ ഇലകൾ വളരുന്നില്ല എന്നുള്ളത്. തീർച്ചയായും ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് നമുക്ക് സ്യൂഡോമോണസ് ലായിനെ നമുക്ക് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ ഇലകളിലും സ്പ്രേ ചെയ്യാവുന്നതാണ്. 15 ദിവസത്തിലൊരിക്കൽ ഇത് ചെയ്യുന്നത് പുതിയ ഇലകൾ നന്നായിട്ട് വളരാനായിട്ട് സഹായിക്കും. അതുപോലെ ഇല കരിച്ചിലും പ്രശ്നങ്ങളും ഒക്കെ മാറിക്കിട്ടാനും ഹെൽപ്പ് ചെയ്യും. പിന്നെ മറ്റൊരു കാര്യം, ഇലകൾക്ക് മഞ്ഞളിപ്പ് ബാധിക്കുന്നു എന്നുള്ളതാണ്. ഇത് മഗ്നീഷ്യത്തിൻ്റെ കുറവോ കാൽസ്യത്തിൻ്റെ അഭാവമോ ഒക്കെ മൂലം നമുക്കിങ്ങനെ സംഭവിക്കാം. അപ്പോൾ ചെടികൾക്ക് വളരുന്നതിനനുസരിച്ച് നമ്മൾ വളം ചെയ്യുന്നത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലുള്ള വളങ്ങൾ മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്ന വഴി ഇത്തരം പ്രശ്നങ്ങൾ നമുക്ക് ഒരു പരിധിവരെ അകറ്റാൻ സാധിക്കും. കുറ്റിക്കുരുമുളക് നമ്മൾ കട്ട് ചെയ്ത് നിർത്തേണ്ട ആവശ്യമുണ്ടോ, അതായത് പ്രൂൺ ചെയ്ത് നിർത്തേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചിരുന്നു. തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാം. ചെടികൾ വളരുന്നതനുസരിച്ച് വശങ്ങളിലേക്ക് വളരുന്ന ശാഖകളൊക്കെ നമുക്ക് മുറിച്ചിട്ട് നമുക്ക് ബുഷായിട്ട് വളർത്താവുന്നതാണ്. ഇപ്പോൾ കുറ്റിക്കുരുമുളക് നല്ല വിളവ് തരാത്തതിൻ്റെ കാരണങ്ങൾ ഇതിലേതെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മുടെ പ്രശ്നം എന്താണെന്ന് കണ്ടെത്തി അത് പരിഹരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും
നല്ല വിളവ് കിട്ടുന്നതാണ്. ഇതാണ് നമ്മുടെ കുറ്റിക്കുരുമുളകിൻ്റെ, നമ്മൾ നേരത്തെ അവിടെ കണ്ടതിൻ്റെ കുറച്ചുകൂടി വലിപ്പമുള്ള ചെടിയാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി ഇതുപോലെ നടുവാണെങ്കിൽ നമുക്ക് ഇതേപോലെ ബുഷായിട്ട് നിൽക്കും. ഒരുപാട് വലിപ്പത്തിലൊന്നും പോവില്ല. ഇതേ രീതിയിൽ നമുക്ക് നിറയെ കായ്കളുണ്ട്. അപ്പോൾ ഇത് എല്ലാ സീസണിലും നമുക്ക് കുരുമുളക് നമുക്ക് കിട്ടുമെന്നുള്ള വളരെ വലിയൊരു പ്രത്യേകതയാണ്. അപ്പോൾ കായ്ക്കുമോ എല്ലാ സീസണിലും എന്ന് ഡൗട്ടുള്ളവർ ഇതേ കണ്ടോളൂ. നമുക്ക് എല്ലാവർക്കും അടുക്കളത്തോട്ടം വെച്ച് പിടിപ്പിക്കാനൊക്കെ ഇപ്പോൾ വളരെ വലിയ താല്പര്യമാണ്. പക്ഷേ സ്ഥലക്കുറവുള്ള, അതായത് ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് പോലും ഈ ഒരു കുറ്റിക്കുരുമുളക് തൈ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു അടുക്കളത്തോട്ടം കിട്ടിയ ഒരു ചെറിയ പ്രതീതി തന്നെയായിരിക്കും. അപ്പോൾ നമ്മൾ മത്തി അല്ലെങ്കിൽ ചാളയൊക്കെ നമ്മൾ വറുക്കാനൊക്കെ എടുക്കുമ്പോൾ ഭയങ്കരമായിട്ട് സ്മെല്ല് വരാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു പച്ചക്കുരുമുളകിൻ്റെ ഈ ഒരെണ്ണം ഇട്ട് നമ്മൾ അരച്ചിട്ട് ചേർത്ത് വറുക്കുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. മുളക് കൂടി ചേർക്കാതെ തന്നെ. കുരുമുളകാണ് എപ്പോഴും ഹെൽത്തി ആയിട്ടുള്ള സംഭവം. അപ്പോൾ പച്ചക്കുരുമുളക് ഇട്ടൊരു വെറൈറ്റി ആയിട്ടുള്ള ഫിഷ് ഫ്രൈ നമുക്ക് തയ്യാറാക്കുകയും ചെയ്യാം. ഞങ്ങൾ വീട്ടിൽ ചെയ്യാറുള്ളതാണ്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് ഈ കുരുമുളകിലും നിറയെ ഉണ്ടായി നിൽപ്പുണ്ട്. അപ്പോൾ ഈ കുറ്റിക്കുരുമുളകിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ ഈ കുരുമുളക് തൈ വാങ്ങിക്കാൻ വേണമെന്നുള്ളവർക്ക് ഈ വീഡിയോയിൽ നമ്പർ കൊടുക്കുന്നുണ്ട്, ഇവിടുത്തെ നഴ്സറിയുടെ നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പം നല്ല അടിപൊളി തൈകൾ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. നമ്മുടെ കൃഷിലോകം ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത പുതിയ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷനായിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.